كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പഠിപ്പിച്ച കാര്യമാണ് ശൈത്താനിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ. കാരണം മനുഷ്യൻ്റെ പരലോക ജീവിതത്തെ മുച്ചൂടും നശിപ്പിച്ച് കളയുന്ന പ്രവർത്തനങ്ങൾ മാത്രം ജീവിത ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന വർഗമാണ് ശൈത്താന്മാർ. അവരെപ്പറ്റി ഒരു തരിമ്പ് പോലും നമ്മുടെ ഗവേഷണം കൊണ്ടോ നമ്മുടെ പഠനം കൊണ്ടോ നമ്മുടെ അന്വേഷണം കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഏറ്റവും വലിയ നമ്മുടെ ശത്രു ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ശത്രുവാണ്. ഏറ്റവും വലിയ നമ്മുടെ ശത്രു, ഏറ്റവും വലിയ നമ്മുടെ വിരോധി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത വിരോധിയാണ്.
ഏറ്റവും വലിയ നമ്മുടെ ഉപദ്രവകാരി നമുക്കൊരിക്കലും മണക്കാനോ തൊടാനോ രുചിക്കാനോ കഴിയാത്ത ഒരു വർഗമാണ്. അതിനെപ്പറ്റി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച് തന്നതിൽ ഒരു തരിമ്പ് പോലും മാറ്റമില്ലാതെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അമിതമാകാനും പാടില്ല, നിഷേധാത്മകമാകാനും പാടില്ല. കാരണം അമിതമാകുക എന്ന് പറഞ്ഞാൽ ആ ശൈത്താനെയും അവൻ്റെ കബീലുകളെയും, അഥവാ ശൈത്താന്റെ അവൻ്റെ സൈന്യങ്ങളെയും അവൻ്റെ ഗോത്രങ്ങളെയും ഒക്കെ, ശൈത്താന്മാരെ അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കിയാലും നമ്മൾ വഴിപിഴക്കും. അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ ഇപ്പുറത്തേക്ക് മനസ്സിലാക്കിയാലും നമ്മൾ വഴിപിഴക്കും. എത്രയാണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അത്രയും മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ സംസാരങ്ങൾ പാടില്ല, ചോദ്യങ്ങൾ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് ഇൽമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നീ അതിൻ്റെ പുറകെ പോകരുത്, അള്ളാഹ് പറഞ്ഞതാ. ശൈത്താനെ പറ്റി എനിക്ക് അള്ളാഹും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തയോ ഗവേഷണമോ അന്വേഷണമോ സാധ്യതാന്വേഷണമോ പോകാൻ പാടില്ല. പോയാൽ ശൈത്താൻ നമ്മളെ വഴിപിഴപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന് അവനെപ്പറ്റി പറഞ്ഞതൊക്കെയോ അത് മുഴുവൻ നമ്മൾ അംഗീകരിക്കുകയും വേണം. അതിനെപ്പറ്റി നിഷേധാത്മകമായ സ്വഭാവം നമ്മൾ എടുത്താലോ അപ്പോൾ നമ്മൾ വഴിപിഴക്കും. ഇതാണ് ഈ വിഷയത്തിൽ ആത്യന്തികമായി ശൈത്താനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ശൈത്താന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്ലീസിനെ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി. അതാണ് ശൈത്താന്മാരുടെ പിതാവ്. ആദം നബിനെ പറ്റിയിട്ട് അബുൽ ബഷർ എന്ന് പറയുമല്ലോ, മനുഷ്യരുടെ പിതാവ് എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ജിന്നുവർഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെ അനുസരിക്കുന്ന, ആ ഇബ്ലീസിനെ നേതാവായി സ്വീകരിക്കുന്ന, വലിയായി സ്വീകരിക്കുന്ന ജിന്നുവർഗത്തെയാണ് ശയാത്തീൻ, ശൈത്താൻമാർ എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ആ ജിന്നുവർഗത്തിൽ തന്നെ ശൈത്താനെ വെറുക്കുകയും അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അതുപോലെ തന്നെ ഈമാനിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് നമ്മൾ അംഗീകരിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്ലീസ്, ശൈത്താൻ, അശ്ശൈത്താൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചാൽ, അത്താഗൂത്ത് അലിഫ്ലാം ചേർത്തിട്ട് ഖുർആൻ പ്രയോഗിച്ചാൽ അത് ഇബ്ലീസിനെ പറ്റിയിട്ടാണ്. ശയാത്തീൻ എന്ന് ബഹുവചനം ഉപയോഗിച്ചാലോ അത് ഇബ്ലീസിന്റെ സൈന്യമാകുന്ന, ഇബ്ലീസിന്റെ വർഗക്കാരാകുന്ന ശൈത്താന്മാരെ പറ്റിയിട്ടാണ് ഖുർആന്റെ ആ പ്രയോഗം എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ശൈത്താൻ നമ്മളോട് ചെയ്യുക? ശൈത്താനെ സംബന്ധിച്ച് മനുഷ്യനോട് ഭയങ്കരമായ പക കൊണ്ട് നടക്കുകയും മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കണമെന്ന പ്രതിജ്ഞയെടുക്കുകയും ആ പ്രതിജ്ഞയുടെ പേരിൽ ശാപമേൽക്കുകയും ചെയ്ത വർഗമാണ് ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സൂറത്ത് നിസാഇന്റെ 117 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അല്ലാഹു അവിടെ പറഞ്ഞത് ലഅനഹുല്ലാഹ്, അല്ലാഹ് അവനെ ശപിച്ചിരിക്കുന്നു. വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ, അവൻ പറഞ്ഞു, വഖാല അവൻ പറഞ്ഞു, ലഅത്തഖിദന്ന മിൻ ഇബാദിക, നിന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ലഅത്തഖിദന്ന, നാം പിടിക്കും, സ്വീകരിക്കും. എന്ത്? നിന്റെ അടിമകളിൽ നിന്ന്, മിൻ ഇബാദിക നസീബൻ മഫ്റൂദ, നിർണയമായിട്ടുള്ള ഒരു നസീബ്, എണ്ണം. നിന്റെ അടിമകളിൽ നിന്ന് നിർണയമായ ഒരു എണ്ണത്തെ നാം പിടിക്കും, നാം പിടികൂടും എന്ന് ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ, ധിക്കാരപരമായി പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശപിച്ചു. അപ്പൊ ശൈത്താൻ മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നത് റബ്ബിന്റെ മുമ്പിൽ വെച്ച് ഒരു വെല്ലുവിളിയായിട്ട് അവൻ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ശൈത്താൻ പറയുന്ന ചില കാര്യങ്ങൾ അള്ളാഹു മനുഷ്യനെ അറിയിച്ചു. എന്തറിയോ? വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കും, ഞാൻ അവർക്ക് വ്യാമോഹങ്ങൾ കൊടുക്കും, ഞാൻ അവർക്ക് വ്യാമോഹങ്ങൾ കൊടുക്കും. വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം, ഞാൻ അവരോട് കൽപ്പിക്കുമ്പോ, ശൈത്താൻ പറയാണ്, ഞാൻ അവരോട് കൽപ്പിക്കുമ്പോ എന്ത് സംഭവിക്കും?
ഫലയുബത്തികുന്ന ആദാനൽ അൻആം, കന്നുകാലികളുടെ ചെവികൾ അവർ കീറും. കന്നുകാലികളുടെ ചെവികൾ അവർ കീറും. ജാഹിലിയ കാലത്തും ഇന്നും നമുക്ക് കാണാം ചില സ്ഥലങ്ങളിൽ പിന്നെ അല്ലാഹുവല്ലാത്ത ദൈവങ്ങൾക്ക് നേർച്ചയാക്കുന്ന, ദേവന്മാർക്ക് നേർച്ചയാക്കുന്ന മൃഗങ്ങളെ പ്രത്യേകം തിരിച്ചറിയുന്നതിന് വേണ്ടി അവരുടെ കാതുകൾ കീറുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് വിശേഷിച്ചും വ്യാപകമായിരുന്നു. അതിനെ പറ്റിയിട്ട് ശൈത്താൻ പറയുന്നത് വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം, അൻആമുകളുടെ കന്നുകാലികളുടെ ആദാൻ ചെവികൾ നാം കീറും. ഞാൻ കൽപ്പിക്കുമ്പോ മനുഷ്യനത് കീറും. പിന്നെയോ വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഞാൻ കൽപ്പിക്കുമ്പോ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ സൃഷ്ടി, അള്ളാഹു കൊടുത്തിട്ടുള്ള സൃഷ്ടി പ്രകൃതത്തെ അവർ എന്ത് ചെയ്യും? അവർ അതിനെ വികൃതമാക്കും. മനുഷ്യന് പടച്ചോൻ കൊടുത്തിട്ടുള്ള സൃഷ്ടി പ്രകൃതിയെ അവർ വികലമാക്കും, വികൃതമാക്കും ഞാൻ കൽപ്പിക്കുമ്പോൾ. ആ ആയത്തിന് വിശദീകരിക്കെ മുഫസ്സിറുകൾ പറഞ്ഞു, വിശാലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അള്ളാഹുവിന് വെറുപ്പുള്ള മനുഷ്യന് പിന്നെ അവന്റെ സൃഷ്ടി പ്രകൃതി അല്ല കൊടുത്തതിൽ നിന്നുള്ള വ്യതിചലനങ്ങളെ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് വെക്കണം. പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന വലാലത്തുകളിൽ അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് സ്വന്തം സൃഷ്ടി പ്രകൃതിയെ മാറ്റിമറിക്കുന്ന സ്വഭാവം. സ്ത്രീ പുരുഷന്റെ വസ്ത്രണിയ, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രണിയ എന്ന നമുക്ക് ലഘുവായി തുടങ്ങുന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങി പുതിയ കാലത്ത് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഇന്ന് LGBTQ ആളുകൾ പ്രൊമോഷൻ നടത്തുന്ന കാര്യങ്ങൾ വരെ ഈ പറഞ്ഞ ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് എന്ന് പറഞ്ഞതിൽ പെടും എന്ന് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ വിശദമായി ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ എന്തൊക്കെയാണോ അള്ളാന്റെ ഒരു പ്രകൃതി, അത് നമുക്ക് നൽകിയൊരു പ്രകൃതി ഉണ്ടോ, അതിനെ എന്ത് ചെയ്യാ? മാറ്റിമറിക്കാം. അതിന് ദോഷം വരുത്തുന്ന മാറ്റിമറിക്കലുകൾ ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. വമൻ യത്തഖിദ ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ്, ആരെങ്കിലും പടച്ചവന് പുറമെ ശൈത്താനെ വലിയായിട്ട് മിത്രമായിട്ട് സ്വീകരിച്ചാൽ ഫഖദ് ഖസിറ ഖുസ്റാന മുബീന, അവൻ വ്യക്തമായിട്ടുള്ള നഷ്ടത്തിൽ അവൻ അകപ്പെട്ടു. എന്നിട്ട് അല്ലാഹ് പറയാ യഇദുഹും വയുമന്നീഹിം, അവൻ അവർക്ക് വാഗ്ദാനം കൊടുക്കും, അവൻ അവരെ വ്യാമോഹിപ്പിക്കും. വമാ യഇദുഹു ശൈത്താനു ഇല്ലാ ഗുറൂറ, നിശ്ചയമായിട്ടും ശൈത്താന്റെ വാഗ്ദാനം വഞ്ചനയല്ലാതെ ഒന്നുമല്ല. ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസ, അത്തരം ആളുകൾ ജഹന്നമിലാണ് അവർ പ്രവേശിക്കുക. അവർ ഒരു തരിമ്പ് രക്ഷാസ്ഥലം, അവർ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഇടം അവർ കണ്ടെത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുക. അപ്പൊ ശൈത്താനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്, ശൈത്താനാണ് സകല തിന്മകളിലൂടെയും ഷർറുകളിലൂടെയും നടക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഖുർആന് വ്യത്യസ്ത രൂപത്തിൽ ശൈത്താന്റെ ഷർറിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ശൈത്താൻ ആകപ്പാടെ വസ്വാസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടി എന്നല്ല പഠിപ്പിച്ചത്. ഈ വസ്വാസ് എന്ന പദം തന്നെ വളരെ ലൈറ്റായ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. മലയാളികൾ എടുക്കുന്നത് ഒരു ദുർബോധനം എന്ന അർത്ഥത്തിൽ, കേവലം ഒരു ദുർബോധനം. അഥവാ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു മദ്യപിക്കാൻ നമ്മളെ വിളിക്കണ പോലെ, അവന് വരൂ നമുക്കൊന്ന് പോയി കുടിക്കാം എന്ന് പറയുന്നത് പോലെ ലൈറ്റായിട്ടുള്ള ഒരു ദുർമന്ത്രണം മാത്രം നടത്തി പിന്മാറിപ്പോകുന്ന ഒരു സൃഷ്ടി എന്ന നിലക്കിലാണ് ശൈത്താനെ പറ്റി നമ്മൾ വ്യാഖ്യാനിച്ച് നിസാരമാക്കി എത്തിയിട്ടുള്ളത്. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ ചുരുങ്ങിയത് 16ഓളം പ്രവർത്തനങ്ങൾ ശൈത്താൻ മനുഷ്യന് മേൽ നടത്തും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് 16ഓളം പ്രവർത്തനങ്ങൾ ശൈത്താനിൽ നിന്ന് മനുഷ്യന് അനുഭവപ്പെടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? പുരോഗതിയുടെ പേരിൽ അതിനൊക്കെ നിഷേധിക്കുന്നു. അതിന് നിഷേധിച്ച സംഭവിക്കുന്ന പ്രശ്നം എന്താ? ഒരു വിഷയത്തെ, ഒരു ഷർറിനെ പറ്റി നമുക്ക് അവഗാഹമില്ലെങ്കിൽ ആ ഷർറിൽ നമ്മൾ വന്നു വീഴും. നമ്മുടെ ഭൗതിക ജീവിതം തന്നെ നോക്ക്. ഒരു അപകടത്തെപ്പറ്റി നമുക്ക് ബോധ്യമില്ലെങ്കിൽ ആ അപകടത്തിൽ നമ്മൾ വന്ന് ചാടും. അതുകൊണ്ടാണ് ബോധവൽക്കരണം, മനുഷ്യന്മാരെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുള്ള പദ്ധതി എന്താ? ബോധവൽക്കരണം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ പറ്റിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക. ഇപ്പൊ കോവിഡ് കാലം വന്നപ്പോ എന്താണ്? കൈ കഴുകേണ്ട ആവശ്യം ബോധവൽക്കരിച്ചു. മാസ്ക് അണിയേണ്ട ആവശ്യം നമ്മൾ ബോധവൽക്കരിക്കപ്പെട്ടിരുന്നു. കാരണം എന്താ? നിരന്തരം
മനുഷ്യന് അപകടം സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക എന്നതാണ് മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം. നേരെ മറിച്ച് ആ കാര്യത്തെ പറ്റിയിട്ട് മനുഷ്യൻ അങ്ങനെ ഒന്നില്ല എന്ന് വിചാരിച്ചാൽ അപകടം എന്താ? അങ്ങനെ വായുവിലൂടെ കോവിഡിന്റെ രോഗാണു പകരൂല എന്ന് ഒരു വിഡ്ഢി വിചാരിച്ചാൽ അവസ്ഥ എന്താ? അവന് സ്വാഭാവികമായിട്ടും അത് അപകടം സംഭവിക്കും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ബോധവൽക്കരിച്ച കാര്യങ്ങൾ അത് അവഗണിക്കാൻ പാടില്ല, എന്നതിന് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. അതിൽ ഒതുങ്ങി നിൽക്കുക വേണം. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ശൈത്താനിൽ നിന്നുണ്ടാകുന്ന ഒരു ഷെറായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ബാധയായി അവനെ ഉപദ്രവിക്കും എന്നുള്ളത്. ഖുർആൻ അത് തുറന്നു പറഞ്ഞതാ. നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ അത് തുറന്നു പറഞ്ഞതാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ അല്ലാഹു സൂചിപ്പിച്ചു, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ബാധ നിമിത്തം പിശാചം മറിച്ചിട്ടവൻ അവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പരലോകത്ത് പലിശ തിന്നവർ എഴുന്നേൽക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാൻ. മരണാനന്തര ജീവിതത്തിൽ പലിശ തിന്ന ആളുകൾ മരണാനന്തര ജീവിതത്തിൽ എഴുന്നേൽക്കുക ബാധ നിമിത്തം പിശാച് മറിച്ചിട്ടവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കൂല. ബാധ നിമിത്തം. ഖുർആന്റെ പ്രയോഗങ്ങൾ ഓരോന്ന് നോക്കിക്കോ. എന്തിനാ നമ്മളിത് നിഷേധിക്കുന്നത്? എന്തിനത് നിഷേധിക്കുന്നത്? ഇത് നിഷേധിച്ചാൽ നമ്മൾ പിന്നെ വലിയ പുരോഗമനവാദിയാകുമോ? ഇത് നിഷേധിച്ചാൽ നമ്മൾ വലിയ നവോത്ഥാനവാദിയാകുമോ? നോക്കു കൂട്ടരെ, ശൈത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കണം തന്നെ പഴഞ്ചനാണെന്നാണ് നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികളുടെ വിശ്വാസം, നവോത്ഥാനവാദികളുടെ വിശ്വാസം. ശൈത്താൻ ഉണ്ടെന്ന് പറയലല്ല എന്താണ്? ശൈത്താൻ ഉണ്ട് എന്ന് വിശ്വസിച്ച ഒരുത്തൻ ശൈത്താൻ പിന്നെ ബാധ ഉണ്ടാവൂല എന്ന് വിശ്വസിക്കാതിരുന്നാൽ അവൻ പുരോഗമനവാദിയാകുമോ? അവൻ നവോത്ഥാനവാദിയാകുമോ? എന്തിനാണ് നമ്മളിത് നിഷേധിക്കുന്നത്? ഈ അന്ധവിശ്വാസം വ്യാപിക്കും ഇത് ആളുകൾ വിശ്വസിച്ചാൽ. അത് നേരെ ചൊവ്വ വിശ്വസിക്കാത്തതിന്റെയും പഠിപ്പിക്കാത്തതിന്റെയും പ്രശ്നമാണ്. ഖുർആൻ ഈ പറഞ്ഞതുണ്ടല്ലോ, എത്ര വ്യക്തമാണ്. നിങ്ങൾ ആ ആയത്തിന്റെ ലാഹിറായ മഅന, അതിന്റെ പിന്നെ പ്രത്യക്ഷമായ അർത്ഥം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലദീന, ഒരു കൂട്ടർ, യഅകുലൂന, അവർ തിന്നുന്നു. അപ്പൊ തിന്നുന്ന ഒരു കൂട്ടർ, അരിബ, പലിശ തിന്നുന്ന ഒരു കൂട്ടർ, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ല കമാ യഖൂമു, എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ, അല്ലദീ, യാതൊരുവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ, യതഖബ്ബതുഹു, അവനെ മറിച്ചിടുന്നു, അശ്ശൈത്താൻ, ശൈത്താൻ മറിച്ചിടുന്നു, മിനൽ മസ്, ബാധ നിമിത്തം, സ്പർശനം നിമിത്തം ശൈത്താൻ അവനെ മറിച്ചിടുന്നു. അവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവർ പിന്നെ മരണാനന്തര ജീവിതത്തിൽ എഴുന്നേൽക്കുകയില്ല. വ്യക്തമാണ് ലോഹിറായ മാന, പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം. ഇനി പ്രത്യക്ഷമായി അർത്ഥം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കണം. കാരണം എന്താ? മുസ്ലിം ലോകം ഇത്തിഫാക്കായ വിഷയമാണിത്. ഈ പ്രത്യക്ഷ ഒരു മനുഷ്യന്, സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഈ ആയത്ത് വായിച്ചാൽ മനസ്സിലാവുക ഇത് മജാസിയായ പ്രയോഗമല്ല. ചില ആളുകൾ അങ്ങനെ പറയാം. ചില ആളുകൾ പറയുന്നത് യതഖബ്ബതു മിനൽ മസ് എന്ന് പറഞ്ഞത്, യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ് എന്ന് പറഞ്ഞത് ഭ്രാന്തിന്റെ മജാസിയായ പ്രയോഗമാണ്. നിങ്ങൾ മനസ്സിലാക്കിയോളൂ, ഭ്രാന്തിന്റെ മജാസിയായ പ്രയോഗം. മജാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആലങ്കാരികം, ഉപമാലങ്കാരപരമായി അല്ലെങ്കിൽ ആലങ്കാരികമായി സംസാരിക്കുക, അതിനെ മജാസി ആയിട്ടെന്ന് പറയാം. അപ്പൊ ആലങ്കാരികമായി ഭ്രാന്തിനെ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഭ്രാന്തൻ വീണിട്ട് എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവൻ എഴുന്നേൽക്കുകയില്ല എന്നാണ് ഖുർആന്റെ ഉദ്ദേശം. പക്ഷെ ആലങ്കാരികമായിട്ട് ഭ്രാന്ത് എന്ന് പറയുന്നതിന് പകരം ശൈത്താൻ മറിച്ചിട്ടോൻ എന്ന് പറഞ്ഞാണ് ആലങ്കാരികമായി പറഞ്ഞത്, അല്ലാണ്ട് അക്ഷരാർത്ഥത്തിലല്ല എന്നാണ് പറയുന്നത് ചില ആളുകൾ നിഷേധിക്കുന്നത്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആ ആളുകൾ മനസ്സിലാക്കണം, ലോകത്ത് ഏതെങ്കിലും അഹ്ലുസുന്നയുടെ മുഫസ്സിർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മുഫസ്സിർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് മുസ്ലിം ലോകത്തെ പണ്ഡിതാഭിപ്രായങ്ങളെ പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? വുജൂദുൽ ജിൻ സാബിതുൻ ബികിതാബില്ലാഹി വസുന്നഹ് വറസൂലിഹി വത്തിഫാഖി സലഫുൽ ആമ്മ വഅഇമ്മതിഹാ. ജിന്നിന്റെ
വുജൂദ്, അതിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്ത് കൊണ്ടും സലഫു സാലിഹികളുടെ സമൂഹം കൊണ്ടും അവരിൽ അഇമ്മത്ത് കൊണ്ടും പിന്നെ സ്ഥാപിക്കപ്പെട്ടതാണ്. വഖദാലിക, അപ്രകാരം തന്നെയാണ് ദുഖൂലുൽ ജിന്നി, ജിന്ന് പ്രവേശിക്കുക എന്നത്, ഫീ ബത്തനിൽ ഇൻസ്, മനുഷ്യനിൽ പ്രവേശിക്കുക എന്നത്, സാബിത്തും ബിത്തിഫാഖി അഇമ്മത്തിൽ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുള്ള കാര്യമാണ്, അഭിപ്രായ ഐക്യമുള്ള കാര്യമാണ്. കാരണം എന്താ? ഖാല അല്ലാഹു തആല, കാരണം അല്ലാഹു പറഞ്ഞു, അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്നവർ, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ മിനൽ മസ്, ബാധ നിമിത്തം പിശാച് മറിച്ചിട്ടവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവർ മരണാനന്തര ജീവിതത്തിൽ ഖബറുകളിൽ നിന്ന് അവരെഴുന്നേൽക്കുകയില്ല എന്ന് ആയത്ത് തെളിവ് പിടിച്ചിട്ട്, സൂറത്തുൽ ബഖറയുടെ 275 ആയത്ത് തെളിവ് പിടിച്ചിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാ, ഇതിൽ ഇത്തിഫാഖുണ്ട് മുസ്ലിം ലോകത്ത്. പിന്നെ നമ്മൾ എന്തിനാ നിഷേധിക്കണത്? കേരളത്തിലെ 4 ലിബറലിസ്റ്റിനെ സെക്യുലറിസ്റ്റിനെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് നിഷേധിക്കണോ? നമ്മളിത് നിഷേധിക്കണ്ട. മനുഷ്യനിൽ ശൈത്താൻ പ്രവേശിക്കും എന്നതിന് ഈ ആയത്ത് തെളിവ് പിടിച്ചത് ആരാ? ഈ ആയത്ത് തെളിവ് പിടിച്ചത് മുഫസ്സറുകളെല്ലാം. ഒരു മുഫസ്സർ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? മുഅ്തസിലി വാദങ്ങളുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് പുറത്തുപോയ ചില ആളുകൾ, ആ ചിന്താഗതി സ്വീകരിച്ച ഏതാനും ചില ആളുകൾ, അവരല്ലാത്ത അഹ്ലുസ് സുന്നയുടെ മുഫസ്സറുകൾ മുഴുവൻ, ഇബ്നു ജരീർ തൊബരി, ഇബ്നു കസീർ, അതുപോലെ തന്നെ പിന്നെ ഖുർത്തുബി, അതുപോലെ തന്നെ റാസി തുടങ്ങി എല്ലാ മുഫസ്സറുകളും ഇതിനെപ്പറ്റി ഇത്തിഫാക്കുണ്ട്, ഇത് അംഗീകരിച്ചിട്ടുണ്ട്. വേണ്ട, അമാനി മൗലവിന്റെ തഫ്സീർ എടുക്ക്, ഈ ആയത്ത് നോക്ക്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും എളുപ്പമല്ലേ? അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ട് ഈ ആയത്ത് പരിശോധിച്ചാൽ അമാനി മൗലവിയുടെ വ്യാഖ്യാനത്തിൽ കാണാം, ഇവിടെ പലിശ തിന്നുന്നവർ പിശാച് മറിച്ചിട്ടവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞത് ഭ്രാന്തിനെ പറ്റിയിട്ടാണ്, അല്ലാതെ ഡയറക്റ്റ് പിശാച് ബാധയെ പറ്റിയിട്ടല്ല എന്ന് ചിലർ പറയുന്നു. അഥവാ പിശാച് ആരെയും മറിച്ചു വീഴ്ത്തില്ല എന്ന് ചിലർ പറയുന്നു. പല കാരണങ്ങളാലും ഈ അഭിപ്രായം അപ്പടി സ്വീകരിക്കാൻ സാധ്യമല്ല അമാനി മൗലവി പറഞ്ഞത്. ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന അഭിപ്രായങ്ങൾ, പല കാരണങ്ങളാലും ഈ അഭിപ്രായം അപ്പടി ശരിവെക്കാൻ ന്യായം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ശരിവെക്കാൻ പറ്റൂല. പിശാച് ബാധ ഇല്ല എന്ന നിഷേധത്തെ അങ്ങനെ അങ്ങോട്ട് ശരിവെക്കാൻ പറ്റില്ല. മറിച്ച് അത് ഖുർആന്റെ നസ്സാണ്, മുസ്ലിം സമൂഹത്തിന്റെ ഇത്തിഫാഖാണ്, മഹാപണ്ഡിതന്മാര് മുഴുവൻ അത് അംഗീകരിച്ചതാണ്. ഇതുവരെ മുസ്ലിം സമൂഹം നിലനിർത്തിപ്പോന്നിട്ടുള്ള അവരുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണത്. പക്ഷെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ശൈത്താൻ ബാധ വിശ്വാസിനെ സംബന്ധിച്ച് പ്രശ്നമാണോ? മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. പക്ഷെ വിശ്വാസിന്റെ കാര്യം പ്രത്യേകം അള്ളാഹു മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചാൽ മതി. നമ്മളെ ശൈത്താൻ, ഈ തൗഹീദുള്ള ഈമാനുള്ള ഒരുത്തന്റെ മേൽ ശൈത്താൻ പ്രവേശിച്ചിട്ട് ശൈത്താൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ അധികാരത്തിൽ വഴി നടത്താൻ പറ്റില്ല. അതും ഖുർആൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തം ഇതിനെ നിഷേധിക്കണ്ട. മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹ്ൽ 100-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. അല്ലാഹ് പറഞ്ഞു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, നിശ്ചയമായിട്ടും അവനക്ക് ലൈസ ഇല്ല, ലഹു അവനില്ല, എന്ത്? സുൽത്താൻ, അധികാരമില്ല, അലല്ലദീന ആമനു, ഈമാനുള്ളവരുടെ മേൽ ശൈത്താന് അധികാരമില്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ റബ്ബിൽ തവക്കലാക്കുന്ന മുതവക്കിലീങ്ങളുടെ മേൽ, തവക്കലാക്കുന്നവരുടെ മേൽ ആർക്ക് അധികാരമില്ല? ശൈത്താൻ അധികാരമില്ല. ഇന്നമാ സുൽത്താനുഹു, നിശ്ചയമായിട്ടും അവൻ അധികാരമുണ്ട്. ആരുടെ മേൽ? അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, ശിർക്ക് ചെയ്യുന്നവരുടെ മേൽ,
അതുപോലെ തന്നെ അവനിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന തെമ്മാടികളായിട്ടുള്ള പാപികളായിട്ടുള്ള ആളുകൾക്ക് മേൽ ശൈത്താൻ അധികാരമുണ്ട്. അപ്പൊ രണ്ടായിട്ട് അള്ളാഹു വേർതിരിച്ചു പറഞ്ഞു. ഒന്നെന്താ? ശൈത്താൻ മുഅ്മിനീങ്ങൾക്ക് മേൽ സുൽത്താനിയത്തില്ല. രണ്ടാമത്തേത് ശൈത്താന് സുൽത്താനിയത്തുള്ളത് ആരുടെ മേലാണ്? ശിർക്ക് ചെയ്യുന്ന പാപികളായിട്ടുള്ള ആളുകളുടെ മേലാണ്. ആർക്ക് ശൈത്താനിയത്തുള്ളത്? പിശാചിന് ശൈത്താനിയത്തുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് കാത്തു സൂക്ഷിച്ചാൽ ശൈത്താന് അവരുടെ മേൽ അധികാരമില്ല. ശിർക്ക് വന്നാൽ ശൈത്താന് അവരുടെ മേൽ അധികാരമുണ്ട്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നും നിഷേധിക്കണ്ട. ഖുർആൻ പറഞ്ഞത് ഒന്നും നിഷേധിക്കണ്ട. പക്ഷേ ഖുർആൻ വ്യത്യസ്തപ്പെടുത്തിയ വ്യത്യാസത്തെ ഉൾക്കൊള്ളുകയും വേണം. അല്ലാതെ ഈമാനുള്ള തൗഹീദുള്ള ഒരുത്തനെ പിശാച് മറിച്ചു വീഴ്ത്തി അവന് മേൽ പ്രശ്നമുണ്ടാക്കി അവന് മേൽ അധികാരം ചെലുത്തുമെന്നത് ഖുർആൻ സമ്മതിച്ചിട്ടില്ല. ഖുർആൻ സമ്മതിച്ചത് ആർക്ക് മേല? ശിർക്ക് ചെയ്യുന്നവർക്ക്. ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടോ അവർക്കാണ് പ്രശ്നം. അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുന്നുണ്ടോ? അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന അഭിപ്രായമുണ്ടോ? അവർക്ക് മേൽ ശൈത്താൻ അധികാരമുണ്ട്. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് റബ്ബിനോട് മാത്രം സഹായം തേടുന്ന ആളുകൾ, അവർക്ക് പേടിക്കാനില്ല. അവർക്ക് മേൽ ഇവന് അധികാരമില്ല. ഇനി അവർക്ക് മേൽ ശൈത്താൻ ഉണ്ടായാൽ, ബാധ ഉണ്ടായാൽ എന്താ ചെയ്യാ? വ്യക്തമാണ്, ഹദീസുകളിൽ വ്യക്തമാണ്. നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവം. ഈ സംഭവം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എത്രത്തോളം നമ്മൾ ഇതിനെ പേടിക്കണം എന്നുള്ളത്. തൗഹീദുള്ളവന് പേടിക്കണ്ട, തവക്കുലുള്ളവന് പേടിക്കണ്ട. മറിച്ച് പേടിക്കേണ്ടത് ആരാണ്? ശിർക്കുള്ളവൻ, അവനാണ് പേടിക്കേണ്ടത്. മുവഹീദ് പേടിക്കണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഉള്ള ഹദീസാണ്. ഖാൽ, അദ്ദേഹം പറയാണ്, ലമ്മ ഇസ്തഅമലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ത്വാഇഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ത്വാഇഫിലേക്ക് നിയോഗിച്ചപ്പോ, ഗവർണറായിട്ടോ മറ്റ് ഉത്തരവാദിത്വം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചപ്പോ, ത്വാഇഫിൽ വെച്ച് ജഅല യഅരിദു ലി ശൈഉൻ ഫീ സ്വലാത്തി ഹത്താ മാ അദ്രി മാ ഉസല്ലി, എനിക്കൊരു പ്രശ്നം വന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നമസ്കാരത്തിൽ ഞാൻ ഓതുന്നതും പ്രവർത്തിക്കുന്നതും എന്താണ് എന്ന് എനിക്കറിയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളി. തൗഹീദുള്ളവനും തൗഹീദ് ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മസ്സിന്റെ കാര്യത്തിൽ, ബാധയുടെ കാര്യത്തിൽ തൗഹീദുള്ളവന്റെ പ്രശ്നം എന്താ? അവനിങ്ങനെ നിസ്കാരത്തിൽ എന്ത് ചെയ്യുന്നു? ഓതിയതും ഖിറാഅത്തും മറ്റൊക്കെ അദ്ദേഹം മനസ്സിലാകാത്ത അവസ്ഥ വന്നു. എന്താണ് ഞാൻ ചെയ്തത് എന്ന് സ്വയം തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന് മെന്റലി വളരെ പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. നബി അദ്ദേഹത്തെ കണ്ടു. ഖാൽ, അദ്ദേഹം ചോദിച്ചു, മാ ജാഅ ബിക്, എന്താണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് താങ്കൾ വന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നിസ്കാരത്തിൽ ചില പ്രശ്നങ്ങൾ വെളിവാകുന്നു. ഞാൻ എന്താണ് ഓതുന്നത്, എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ചെയ്ത കാര്യത്തെപ്പറ്റി എനിക്കറിയാൻ പറ്റുന്നില്ല. ഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശൈത്താനാണ്, അവന്റെ ഉപദ്രവമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അബിൽ ആസിനെ അടുത്തേക്ക് ഇരുത്തി. അദ്ദേഹത്തിന്റെ മുട്ടിൽ റസൂലുള്ളാഹിന്റെ മുട്ടുകാല് മുട്ടുന്ന വിധത്തിൽ അടുത്തിരുത്തി. ഫളറബ സദരി ബിയദിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നബിയുടെ കൈകൊണ്ട് നബി ഒന്ന് അടിച്ചു. വചഫല ഫീ ഫമി, നബിയുടെ ഉമിനീർ അദ്ദേഹത്തിന്റെ വായിലേക്ക് എത്തുന്ന വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറി. വഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ, ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു നീ പുറത്തു പോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഫഫഅല ദാലിക സലാസ മറാത്തിൻ, 3 തവണ റസൂലുള്ളാഹി അത് ചെയ്തു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അൽഹഖ് ബിഅമലിക്, ഇനി നിന്റെ പണിക്ക് നീ പോയിക്കോളൂ. ഫഖാൽ ഉസ്മാൻ, ആ സമയത്ത് ഉസ്മാൻ ബിൻ അബിൽ ആസ് പറയാണ്, ഫലഅംരി മാ അഹ്സിബുഹു ഖാലതനി ബഅദ്, പിന്നീട് എനിക്ക് ആ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട്
ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനുണ്ടായ പ്രശ്നം എന്താ? ശൈത്താന്റെ ബാധ നിമിത്തം, ശൈത്താൻ അദ്ദേഹത്തിൽ പ്രവേശിച്ച നിമിത്തം ഉണ്ടായ പ്രശ്നം എന്താ? നിസ്കാരത്തിൽ അദ്ദേഹത്തിന് പിന്നെ കാര്യങ്ങൾ മറയിടാൻ തുടങ്ങി. നബിന്റെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിന്നെ നെഞ്ചിലടിച്ചു. ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്, റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്. ഇത് ഉദ്ധരിച്ചതാരാ? സുനൻ ഇബ്നു മാജയിൽ ഉദ്ധരിച്ചതാ. ഇത് റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്, നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ഒരാളെ നെഞ്ചിലടിച്ചിട്ട് ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ പോകാൻ പോണില്ല. നമ്മളോട് അത് ചെയ്യാനും പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു സ്വഹാബിയെങ്കിലും അത് ചെയ്ത റിപ്പോർട്ട് കാണുമായിരുന്നു. ഒരു സഹാബി പോലും ചെയ്തത് നമുക്കറിയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേ ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ നിവേദനത്തിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം നബി പഠിപ്പിച്ചു കൊടുത്തു. എന്താ? കാണാം, ഹദീസ് നിങ്ങൾ നോക്കൂ. അന്ന ഉസ്മാൻ ബിൻ അബിൽ ആസ് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയും, അള്ളാന്റെ റസൂലെ, ഹാല ശൈത്വാനു ബൈനി വബൈന സ്വലാത്തി വബൈന ഖറാഅത്തി, ശൈത്താൻ എനിക്ക് എന്റെ ഓത്തിന് എന്റെ നിസ്കാരത്തിനിടയിൽ മറയിടുന്നു. നേരത്തെ പറഞ്ഞ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. ഖാൽ, ആ സമയത്ത് റസൂൽ പറഞ്ഞു, ദാക ശൈത്താൻ, അത് ശൈത്താനാണ്. യുഖാലു ലഹു ഖൻസബുൻ, ആ ശൈത്താന്റെ പേര് അല്ലെങ്കിൽ ആ ശൈത്താൻ വിളിക്കപ്പെടുന്നത് ഖൻസബ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഫഇദാ അൻത ഹസസ്തുഹു, നിനക്ക് അവനിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായാൽ, ബാധയുണ്ടായാൽ നീ എന്ത് ചെയ്യണം? ഫതഅബ്ബദ് ബില്ലാഹി മിൻഹു, അവനിൽ നിന്ന് അല്ലാഹുവിനോട് നീ ഇസ്തിആദത്ത് ചെയ്യണം. എന്നിട്ടോ വത്ഫുൽ അൻ യസാരിക സലാസ്, 3 തവണ നിന്റെ ഇടത് ഭാഗത്തേക്ക് നീ തുപ്പുക. ഇതാണ് ഉസ്മാൻ അബിൽ ആസിനോട് പറഞ്ഞത്. നിസ്കാരത്തിൽ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ തുപ്പുക. ഫഖാൽ, അദ്ദേഹം പറയാണ്, ഫഫഅൽതു ദാക, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ ഫഅദ്ഹബഹുല്ലാഹു അസ്സ വജല്ല അന്നി, എന്നീ ആ പ്രശ്നത്തെ അല്ലാഹു തുടച്ചു നീക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ തീരാത്ത പ്രശ്നം ആർക്കില്ല? വിശ്വാസിക്കില്ല. ആർക്കില്ല? മുഅ്മിനിനില്ല. ശിർക്ക് ചെയ്യാത്തവനില്ല. ശിർക്ക് ചെയ്തവന് ശൈത്താൻ അധികാരമുണ്ട്. എന്തു ബാധ വന്നാലും, എന്ത് ശൈത്താൻ വന്നാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ മുസ്ലിമിന്റെ പ്രശ്നം തീരും. ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു അവിടെ നിൽക്കണം. അവിടെ നിൽക്കാതെ മന്ത്രവാദിയുടെ അടുത്തേക്ക് ഓടുമ്പോഴാണ് പ്രശ്നം. അവിടെ നിൽക്കാതെ ഈ നാട്ടിലെ പഴച്ച മന്ത്രവാദികളുടെ അടുത്തേക്ക് പോവുകയാണ്. അല്ലാഹ് ഈമാനില്ലാത്തവൻ, ഇനി അവൻ എവിടെ പോയിട്ട് എന്താ കാര്യം? അല്ലാഹ് പറഞ്ഞു, നിനക്ക് പിശാചിൽ നിന്ന് ഒരു ദുർബോധനം ഇളക്കവിട്ടപ്പെട്ടാൽ നീ പടച്ചവനിൽ ഇസ്തിആദത്ത് ചെയ്യണം. ഇന്നഹു സമീഉൻ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പഠിപ്പിച്ചെന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ, പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു? അന്നഹു കാന ഇദാ ദഖലൽ മസ്ജിദ്, പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുക എന്താ? അഊദു ബില്ലാഹിൽ അലീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ് ശൈത്വാനിർ റജീമി. എന്താ പ്രാർത്ഥന? പടച്ചവനെ, നിന്നോട് ഞാൻ അഭയം തേടുന്നു. ആരിൽ നിന്ന്? നിന്റെ മഹത്തായ വചനം കൊണ്ട്, നിന്റെ മഹത്തായ വചനം കൊണ്ട്, നിന്റെ ആദരിക്കപ്പെട്ട അധികാരം കൊണ്ട്. പിന്നെയോ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഫഇദാ ഖാൽ, അപ്രകാരം പറഞ്ഞാൽ ദാലിക ഖാല ശൈത്താൻ, ശൈത്താൻ എന്ത് ചെയ്യും? പറയും, ഹുഫിള മിന്നി സായിറൽ യൗം, ദിവസം മുഴുവൻ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ശൈത്താൻ പറയുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. എന്ത് പറയും? ഇവൻ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താ? ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഫഖാൽ, അവൻ പറഞ്ഞാൽ ബിസ്മില്ലാ, പഠിക്കാൻ എളുപ്പമാണ്, ബിസ്മില്ലാ. പിന്നെയോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എല്ലാവർക്കറിയാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലിയാൽ പടച്ചവന്റെ നാമത്തിൽ അവനിലെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും മുക്തിയുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടൊരു മനുഷ്യൻ ഇറങ്ങിയാൽ യുഖാലു, ആ സമയത്ത് പറയപ്പെടും, ഹീന ഇതിൻ, ആ സമയത്ത് പറയപ്പെടും, ഹുദീത വഖുഫീത വവുഖീത, നീ ഹിദായത്തിലായി, നീ സന്മാർഗത്തിലായി, നീ സംരക്ഷിക്കപ്പെട്ടു, നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇനിയോ
ഫതതനഹാ ലഹു ശൈത്താൻ, ശൈത്താൻ അവനിൽ നിന്ന് മാറിപ്പോകും. ശൈത്താൻ അവനിൽ നിന്ന് മാറിപ്പോകും. ഫയഖൂലു ലഹു ശൈത്താനു ആഖർ, മറ്റൊരു ശൈത്താനോട് ഈ മാറിപ്പോയ ശൈത്താൻ പറയും, കൈഫ ലക ബിറജുലിൻ, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഇനി നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഖദ് ഹുദിയ വകുഫിയ വവുഖിയ, അവൻ സംരക്ഷിക്കപ്പെട്ടു, അവനിതാ പ്രൊട്ടക്ഷൻ ലഭിച്ചു, അവന് ഡിഫൻസ് ലഭിച്ചു, അവന് സന്മാർഗം ലഭിച്ചു, അവന്റെ കാര്യത്തിൽ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലാക്കിക്കോ, ഇത്രയുള്ളോ ശൈത്താൻ, ഇത്രയുള്ള ശൈത്താൻ. ശൈത്താനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം അള്ളാഹ് പറഞ്ഞ ശൈത്താന്റെ ഷർറ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഷർറിന്ന് രക്ഷപ്പെടാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇസ്തിആദത്ത് ചെയ്യുക. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത രൂപത്തിലുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇസ്തിആദത്താണ്. അഊദു ബില്ലാഹിൽ അദീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ് ശൈത്വാനിർ റജീം. വ്യത്യസ്ത രൂപത്തിൽ ഇസ്തിആദത്ത് ഉണ്ട്. ഏതെങ്കിലും ഇസ്തിആദത്ത് നിരന്തരമായി ചെയ്യുക. ശൈത്താൻ തന്നെ പറയും, എനിക്ക് തൊടാൻ പറ്റാത്ത മനുഷ്യൻ. ഇതാർക്കേ ഉള്ളൂ? ശിർക്കില്ലാത്തവർക്ക്. ശരിക്കും മനസ്സിലാക്കിക്കോ. ചരട് കെട്ടിയവനും ഐക്കല്ല് കെട്ടിയവനും ഏലസ് കെട്ടിയവനൊക്കെ പ്രശ്നം തീരാത്തതിന്റെ കാരണം മനസ്സിലായോ? ജാറത്തി പോണവനും അല്ലല്ലാത്തവരോട് വിളിച്ച് സഹായം തേടുന്നവനും അവനൊന്നും പ്രശ്നങ്ങൾ നീങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ശിർക്ക് ചെയ്തവന്റെ മേൽ ശൈത്താനുള്ള അധികാരം അല്ലാഹ് കൊടുത്തു കഴിഞ്ഞു. അവനെ ശൈത്താൻ വിടില്ല. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ശിർക്ക് ചെയ്തു, അള്ളാന്റെ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു, ളലാലത്തിന് പോയി, അവനൊരു രക്ഷയില്ല എന്ന് അല്ലാഹ് പഠിപ്പിച്ചു. ഇത്രയേ നമ്മൾ മനസ്സിലാക്കണം. ഇതിനു വേണ്ടി പിശാചുവാദനെ നിഷേധിക്കാൻ വേണ്ട, ഒരു യുക്തിവാദം അവതരിപ്പിക്കാൻ വേണ്ട. പിശാചുവാദം ഉണ്ട്. ആർക്കാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്? അത് മുശ്രിക്കുകൾക്കാണ്, പാപികളായി പിന്തിരിഞ്ഞവർക്കാണ്. മുഅ്മിനീങ്ങൾക്കോ തൗഹീദുള്ളവന് ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ മാത്രം തീരും. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. ആരാ ഉദ്ധരിച്ചത്? ഹദീസ് ഇമാം മുസ്ലിമാണ് ഉദ്ധരിച്ചത്. ഏത് സഹാബിക്കാ പറഞ്ഞു കൊടുത്തത്? ഉസ്മാൻ ഇബ്നു അബിൽ ആസിനാണ് പറഞ്ഞു കൊടുത്തത്. ഇവിടെ നിൽക്കണം ഈമാൻ. ഇതാണ് പറഞ്ഞത്. നിഷേധിക്കാൻ വേണ്ട, അതിര് കടക്കാൻ വേണ്ട, ഇവിടെ നിൽക്കണം. ഇൽമിയായിട്ട് ഈ രൂപത്തിൽ നിന്നാൽ ഒരു പ്രശ്നമില്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അത്രേ ഉള്ളൂ. ഇസ്തിആദത്തിന്റെ പവർ അറിയാത്ത പ്രശ്നമാണ് നമുക്ക്. നമ്മൾ വിചാരിച്ചു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ കാലങ്ങളായിട്ട് ചൊല്ല്. നെയ്യത്ത് വെച്ച് ചൊല്ലണം, നിയ്യത്തോടെ ചൊല്ലണം, ഉറച്ച ഈമാനോടെ ചൊല്ലണം. അള്ളാന്റെ പ്രൊട്ടക്ഷൻ അവതരിക്കുമെന്ന ശക്തമായ ഈമാനോടെ ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ശൈത്താനും പിന്നെ അള്ളാഹ് പടച്ചിട്ടില്ല നമ്മളെ മേൽ ബാധ ഉണ്ടാവാനും നമ്മളെ മറിച്ചിടാനും നമുക്ക് രോഗം ഉണ്ടാക്കാനും ഒരു ശൈത്താനെയും പിന്നെ അള്ളാഹ് പടച്ചിട്ടില്ല. ഇത് ചൊല്ലിയാൽ ശിർക്കില്ലാത്തവൻ അത് മനസ്സിലാക്കിക്കൊള്ളണം. ശിർക്കുള്ളവൻ ഇനി എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അവന് മേൽ ഇന്നമാ സുൽത്താനുഹു, അവന് മേൽ അവൻ അധികാരമുണ്ട്. തൗഹീദുള്ളവൻ സുരക്ഷിതനാണ്. ഒരു ഇസ്തിആദത്ത് ചൊല്ലിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളെ അതിരിവിടാതെയും നിഷേധാത്മകമായുമുള്ള സമീപനത്തിൽ നിന്ന് മാറി സത്യത്തിൽ മധ്യമ മാർഗത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇൻഷാ അല്ലാഹ് ഈ ഇത്തരം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട മധ്യമ മാർഗത്തെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ ഇനിയും നമുക്കടുത്ത ഖുതുബകളിലൂടെ തുടർന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്തിആദത്തുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്തിആദത്ത് റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഇസ്തിആദത്തുകൾ മനപ്പാടാക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അടുത്ത ഖുതുബകളിലൂടെ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അറിയിപ്പുകൾ നിങ്ങളെ നൽകുകയാണ്. ഒന്ന്, സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. സംഘടന എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരികമായ വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണത്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേദികളിലും പള്ളികളിലുമൊക്കെ പ്രസംഗങ്ങളും ഖുതുബകളുമൊക്കെ നിർവഹിക്കുന്നതിന് സാധാരണക്കാരായ ആളുകളെ പ്രാപ്തരാക്കുക എന്നതാണ്. അവർക്ക് നിരന്തരമായി അവർ തന്നെ അറിയാത്ത രൂപത്തിൽ അവരോട് സംസാരിച്ചും അവർക്ക് വിഷയങ്ങൾ നൽകിയും ആ വിഷയങ്ങൾ അവരെ കൊണ്ട് തന്നെ അവതരിപ്പിച്ചും അതിങ്ങനെ മെല്ലെ ക്രമേണ അവരുടെ പോരായ്മകളും ഒരു പ്രഭാഷകനാകുന്നതിന്, ഒരു ഖതീബാകുന്നതിന്, ഒരു വായിലാകുന്നതിനൊക്കെ
അവർക്ക് വേണ്ടുന്ന ക്വാളിറ്റിയിലേക്ക് അവരെ പടിപടിയായി ഉയർത്തിയെടുക്കുന്ന ഗൈഡൻസ് നൽകിക്കൊണ്ട് ക്രമേണ അവരതിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതിയാണത്. ധാരാളം ക്ലബ്ബുകൾ ഇതിനധികം രൂപീകരിക്കപ്പെട്ടു. ധാരാളം ആളുകൾ അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഖുതുബ നിർവഹിക്കാൻ പ്രാപ്തരായവരുണ്ട്, പ്രസംഗിക്കാൻ പ്രാപ്തരായവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട്. നല്ല സമയത്ത് അറബി കോളേജിലോ ദർസിലോ ഒന്നും പോയി പഠിക്കാൻ പറ്റാത്ത കൊണ്ട് സാധ്യത പോയി എന്ന് വിചാരിക്കേണ്ട. സാധ്യതകൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് പള്ളിയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ആളുകളുടെ നമ്പർ കിട്ടും. ആ നമ്പറിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം അത് പഠിക്കാം, ആ കോഴ്സിൽ ചേരാവുന്നതാണ് എന്നറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാക്കനാട് മണ്ഡലം സംഘടിപ്പിക്കുന്ന ഇസ്തിഖാമ ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4:30 കാക്കനാട് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാണ്. മരണം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ്. അബ്ദുൽ ഹക്കീം പറളി, മൗലവി അബ്ദുൽ ഹക്കീം പറളിയാണ് സംസാരിക്കുന്നത്. മരണാനന്തര ജീവിതം, മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കാണ്. മയ്യത്ത് മറമാടുന്നതും കഫൻ ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ഒരു വിശ്വാസി അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട എല്ലാം, വീഡിയോ സഹിതം എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്, മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, മയ്യത്ത് കഫൻ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. നമുക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ്. കുടുംബസഹിതം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ പഠിക്കാനും നന്മകളിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ എപ്പോഴും മധ്യമ സമീപനം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിഷേധിക്കുന്നവരുടെയും തീവ്രവാദികളുടെയും കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഖുർആന്റെ നസ്സ് അതുപോലെ സ്വീകരിക്കുന്ന, അള്ളാഹ് ആവശ്യപ്പെട്ടതുപോലെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനോഗതങ്ങളെ അവിശ്വാസികളും അതുപോലെ തന്നെ ദുർമാർഗികളും നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ആരൊക്കെ എന്തൊക്കെ പരിഹസിച്ചാലും അള്ളാഹു റസൂലും പറഞ്ഞത് ഹക്കാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഈമാനും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.